PG സർവകലാശാല കലോത്സവത്തിൽ കലാതിലക പട്ടം നേടിയ നന്ദനയാണ് ഇന്ന് സി പോസിറ്റീവിൽ അതിഥിയായി എത്തുന്നത്. തേവര SH കോളേജിലെ 2ാം വർഷ സൈക്കോളജി വിദ്യാർത്ഥിനിയാണ്. ഹിന്ദി പദ്യം ജ്വലൽ, ഇംഗ്ലീഷ് പദ്യം ജ്വലൽ, ക്ലാസിക്കൽ ഡാൻസ്, കുച്ചിപ്പുടി തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു നന്ദന മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. നന്ദനയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നന്ദന, ഗുഡ് മോർണിംഗ്. നന്ദന, ഗുഡ് മോർണിംഗ്. വളരെ വ്യത്യസ്തമായ ഇനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഡാൻസും പാട്ടും ഒക്കെ സ്ഥിരമായിട്ടുണ്ടാവാറുണ്ടെങ്കിലും ഹിന്ദി പദ്യം ജ്വലൽ, ഇംഗ്ലീഷ് പദ്യം ജ്വലൽ, അങ്ങനെ വ്യത്യസ്തമായ ചില മേഖലകൾ കൂടി തിരഞ്ഞെടുത്താണല്ലോ നന്ദന ഈ കലാതിലകം എന്ന പട്ടം നേടിയത്. എങ്ങനെയായിരുന്നു? കുഞ്ഞിലേ മുതൽ നന്ദന ഈ കലകളുമായി ബന്ധമുള്ള ആളാണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? നന്ദനയ്ക്ക് കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചെറുപ്പം തൊട്ടേ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഒരു 15 വർഷം തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോ സ്കൂളിലൊക്കെ മത്സരിക്കുമ്പോ ഇംഗ്ലീഷ് പോയട്രി റെസിറ്റേഷൻ ഇംഗ്ലീഷിനും അങ്ങനെ നിൽക്കാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സ്കൂൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത തലത്തിലേക്ക് ഇംഗ്ലീഷ് റെസിറ്റേഷൻ വരുന്നത്. ഹിന്ദി 2ാമത്തെ വർഷമാണ് MG യൂണിവേഴ്സിറ്റിയിൽ മത്സരിക്കണത്. അങ്ങനെ കലാതിലകം കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ വന്നതല്ല. കോളേജിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയ ഇവന്റ്സ് ഇതൊക്കെ ആയത് കാരണം ഇതില് മത്സരിച്ചതാ. സൈക്കോളജിയാണ് നന്ദന പഠിക്കുന്നത്. ഈ സൈക്കോളജി പഠിക്കുമ്പോൾ ഈ കലയും സൈക്കോളജിയും ഒക്കെ തമ്മിൽ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? സോഷ്യോളജി പഠിക്കുന്നത്. സോഷ്യോളജിയാണ്. സോഷ്യോളജി അതെ, പൊതുവെ കുറച്ച് എല്ലാം കൂടെ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോഷ്യോളജി. ഈ ഹിന്ദി പദ്യം ജ്വലൽ, ഇംഗ്ലീഷ് പദ്യം ജ്വലൽ അതൊക്കെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഈ ഹിന്ദിയൊക്കെ നന്നായിട്ട് ഹിന്ദിയൊക്കെ വഴങ്ങുന്ന ആളാണോ? എനിക്ക് പൊതുവെ പദ്യം ജ്വലൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എടുത്തതാണ്. ഹിന്ദിക്കാണ് കഴിഞ്ഞ വർഷം പ്രൈസ് വന്നത് MG യൂണിവേഴ്സിറ്റിയില്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ വർഷം എടുത്ത ഹിന്ദി വഴങ്ങുന്ന് പറയുമ്പോ പോയട്രി റെസിറ്റേഷൻ ചെയ്യാൻ പിന്നെയും ഇഷ്ടമാണ്, എൻജോയ് ചെയ്ത് ചെയ്യാൻ ഇഷ്ടമാണ്. ഈ സ്കൂൾ കാലം മുതൽ, കുഞ്ഞിലേ മുതൽ ഡാൻസും പാട്ടും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ സ്കൂളിൽ നിന്നും കോളേജിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. കാരണം സ്കൂളിലൊക്കെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ട്രെയിൻ ചെയ്ത ടീച്ചേഴ്സൊക്കെ പാമ്പർ ചെയ്തൊക്കെ കൊണ്ടുപോകും. പക്ഷെ കോളേജിൻ്റെ ഒരു പ്രത്യേകിച്ച് ഈ കോളേജ് കലോത്സവമൊക്കെ നമുക്കറിയാം, ഭയങ്കര വൈബാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഈ കൂട്ടുകാരൊക്കെ വരുമ്പോൾ ഒരു കളിയാക്കലും അത്തരം കുറേ കാര്യങ്ങൾ കൂടി വരുമല്ലോ. എങ്ങനെയാണ് ഈ രണ്ടും, എങ്ങനെയാണ് നന്ദന കാണുന്നത്? ഞാൻ 10th വരെ ഭവൻസിന്റെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോ ഞങ്ങൾക്ക് ഭവൻസ് എന്ന് പറയുമ്പോൾ ഭവൻസ് ഫെസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോ സ്കൂൾ കഴിഞ്ഞാൽ നേരെ ഓൾ കേരള ഭവൻസ് ഫെസ്റ്റ്. അപ്പൊ ഭവൻസ് ആണെങ്കിൽ പോലും നമുക്ക് അധികം ഇവന്റ്സ് ഇല്ലായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ലിമിറ്റഡ് ആണ് കുറച്ചുകൂടെ. അതും അത്രയ്ക്ക് ഗ്രാൻഡ് ആയിട്ട് ഇപ്പൊ MG കലോത്സവം പോലെ നടത്തുന്ന അത്ര ഒരു ഗ്രാൻഡ് ആയിട്ട് നടത്തുന്ന ഒരു ഫെസ്റ്റ് അല്ല. അപ്പോ ഭവൻസ് കഴിഞ്ഞ് +1 +2 ഞാൻ സ്റ്റേറ്റിലേക്ക് ഇതിനു വേണ്ടി മാറിയതായിരുന്നു. പക്ഷെ നമ്മള് കൊറോണ ബാച്ച് ആയത് കാരണം അതൊന്നും കിട്ടിയില്ല. പക്ഷെ SH വന്നതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇത്രയ്ക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസും വോളണ്ടിയേഴ്സും. ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു SH. നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെയല്ല. എന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്തത് ഹിന്ദി റെസിറ്റേഷനൊക്കെ പ്രത്യേകിച്ച് എന്റെ ടീച്ചേഴ്സ് ആയിരുന്നു. കോളേജിലെ ഫ്രണ്ട്സ് ആയാലും എല്ലാ ഇവന്റ്സും കാണാൻ വന്നു. വോളണ്ടിയേഴ്സ് ആണെങ്കിലും കുറെ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന കുറെ പേര് എനിക്ക് ഈ കോളേജിൽ വന്നിട്ട് കിട്ടി. അത് കാരണം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ല സന്തോഷമുണ്ട് ഇവിടെ കോളേജില് കാരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പലരും പറയാറുണ്ട് ഈ രണ്ടും, അതായത് ഇപ്പോൾ നമ്മുടെ കരിയറും ഒപ്പം കലയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷെ മറ്റു പലരൊക്കെ കലയെ തന്നെ ഉപജീവനവുമാക്കി മാറ്റാറുണ്ട്. നന്ദന ഇപ്പോൾ സോഷ്യോളജി പഠിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് പഠനം മുന്നോട്ട് പോകുന്നതിനൊപ്പം കലയും മുന്നോട്ട് കൊണ്ടുപോകാനാണോ, അതോ കലയാണ് ഇനി ജീവിതം, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കലാതിലക പട്ടമൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് കരിയറിന്റെ കൂടെ ഡാൻസ് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. അമ്മയ്ക്കും അത് ഏറ്റവും ചെറുപ്പം തൊട്ട് അമ്മയായാലും പഠിപ്പിന്റെ കൂടെ ഡാൻസ് കൊണ്ടുപോകണം, അങ്ങനെയാണ്. അപ്പൊ എനിക്ക് കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് ഈക്വൽ ആയിട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹം.
കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് നന്ദന. ചെറുപ്പത്തിലെ ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠിപ്പിച്ചു തരുന്നു, അത് ഒരു സ്റ്റേജിലേക്ക് പകർന്നാടുന്നു എന്നതിൽ കവിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡാൻസേഴ്സിനെയൊക്കെ അറിയാം. ഇപ്പോൾ ശോഭന, ഒപ്പം ആശാ ശരത്, ഇവരൊക്കെ ഇപ്പം നമ്മുടെ നന്ദനത്തിലെ നായികയായ നവ്യ നായർ, അവരൊക്കെ ചെയ്യാറുള്ളത് പുതിയൊരു വേർഷൻ, ഡാൻസിനെ വെച്ചിട്ട് വേറൊരു വേർഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിലൊരു ഇൻ്റർപ്രിറ്റേഷൻ കൊണ്ടുവരിക, അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഡാൻസിൽ നടത്താറുണ്ട്. നന്ദനയ്ക്ക് ഇതൊക്കെ എങ്ങനെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസർ ഏതായിരുന്നു നന്ദനയുടെ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ഗുരുക്കന്മാര് തന്നെയാണ്. ഷെഫീഖുദ്ദീൻ സർ, ഷബാനി ടീച്ചർ, ഹുസ്ന ടീച്ചർ. ഇവരെന്നെയാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു അത്രയ്ക്ക് ഞാനൊന്നും പഠിച്ചെത്തിയിട്ടില്ല. അപ്പോ ഇപ്പൊ ഞാൻ അവര് പഠിപ്പിക്കുന്നത് സന്തോഷിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യും. അങ്ങനെ ഒരു ഇതാണ് അവരെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡാൻസസ്. ഒരു പദ്യം ചൊല്ലാമോ? എനിക്കിപ്പോൾ ഡാൻസ് കളിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എന്തൊരു സുന്ദരിയാണ് കാണാൻ. ആ മേക്കപ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആ കോസ്റ്റ്യൂമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിനുള്ളൊരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഒരു പദ്യം ചൊല്ല, ഒരു പാട്ട് പാടുകയൊക്കെ ചെയ്യാമോ? എനിക്ക് പാട്ട് പാടാറില്ല ഞാൻ. പദ്യം വേണമെങ്കിൽ ചൊല്ലാം. ശരി, ഒരു പദ്യം ചൊല്ലാം എന്നാൽ. ഞാൻ ചെയ്ത ഇംഗ്ലീഷ് സ്റ്റേഷന്റെ ഒരു ഇപ്പൊ ചെറിയ 5 വരി. ഒരു ട്രാൻസ്ജെൻഡറിനെ എങ്ങനെയാണ് ഈ സൊസൈറ്റിയിലാണ് വന്നത് എന്നുള്ള പോയാണ് ഇതിനകത്ത്. ഇതാണ് കാര്യം ഇതിനകത്ത് ചെയ്യുന്നത്. ഒരു ലീ മൊക്കോബയുടെ ഒരു പോയാണ്. അതിലൊരു കുറച്ച് ലൈൻസ് വേണം. The first time I uttered a prayer was in a glass-stained cathedral. I was kneeling long after the congregation was on its feet. To both hands into holy water, praise the Trinity across my chest. My tiny body drooping like a question mark all over the wooden pew. I asked Jesus to fix me, and when he did not answer, I befriended silence in the hopes that my sin would burn and salve my mouth would dissolve like sugar on tongue. But shame lingered as an aftertaste, and in an attempt to reintroduce me to sanctity, my mother told me of the miracle I was. ഓഹോ, എനിക്ക് അർത്ഥമൊന്നും മനസ്സിലായില്ല. നല്ല നല്ല രസമുണ്ട് കേൾക്കാൻ. പക്ഷേ ഇതൊരു പദ്യമാണെന്ന് തോന്നുന്നില്ല. വളരെ അഭിനയിച്ചിങ്ങനെ കാണിക്കുകയാണ്. വളരെ വലിയ എക്സ്പ്രഷനൊക്കെ വരികയാണ്. ഒരു ഡാൻസർ ആയതിൻ്റെ കൂടെയാണോ ആ ഒരു എക്സ്പ്രഷനൊക്കെ വരുന്നത്? അതെ അതെ, ചിലപ്പോ ഓറാവാറുണ്ട് പറഞ്ഞപ്പോ. ഈ കലാതിലക പട്ടമൊക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം, ഈ ഇത്രയും അഭിനയമൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അഭിനയത്തിലേക്കുണ്ടോ, അങ്ങനെ താല്പര്യമുണ്ടോ? നാടകങ്ങൾ അതൊക്കെയാണല്ലോ ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഇഷ്ടമാണോ? അഭിനയിക്കാൻ ഇഷ്ടമാണോ നന്ദനയ്ക്ക്? ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ താല്പര്യമില്ല. ഡാൻസ് ആണ് കൂടുതൽ ഇഷ്ടം. ഡാൻസ് ഈ പദ്യം ചൊല്ലുന്നതൊക്കെ കണ്ടപ്പോൾ തോന്നിയതാണ്. കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഒരുപാട് എക്സ്പ്രഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ ട്രൈ ചെയ്യാമെന്ന് നോക്കിയിട്ടുണ്ടോ? തോന്നുന്നുണ്ടോ അങ്ങനെ ട്രൈ ചെയ്യണം എന്ന്? ഇപ്പൊ അങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഡാൻസേഴ്സ് ഒരുപാട്, ഇപ്പോൾ പാട്ടുകാരൊക്കെ ഈ ഒരുപാട് പാട്ട് സ്വരം നന്നാവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെയാണ് ഡാൻസേഴ്സിനും ഈ ഫിസിക്കൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നന്ദന ഈ കലയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്? എക്സസൈസ് ചെയ്യാറുണ്ടോ? പ്രാക്ടീസ് എങ്ങനെയാണ്? ഈ പഠിത്തത്തിനൊപ്പമൊക്കെ ആവുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടോ അതിനൊക്കെ? പ്രാക്ടീസ് എന്ന് പറയുന്നത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യും. അല്ലാണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യും. അല്ല, ഇനി പ്രത്യേകിച്ച് ഞാനായിട്ട് എന്റെ ബോഡീനെ ശ്രദ്ധിക്കാൻ, ഇതിനു വേണ്ടി ശ്രദ്ധിക്കാനായിട്ടൊന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ അമ്മയാണ് അതിലൊക്കെ കൂടി എന്നെ ശ്രദ്ധിക്കുക. ഇപ്പൊ കഴിക്കാനും പഴമൊക്കെ കോമ്പറ്റീഷൻ ആകുമ്പോ അമ്മ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തരാൻ ശ്രദ്ധിക്കുക അമ്മയാണ്. ഞാൻ പൊതുവെ എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കല് വളരെ മോശമാണ്. പൊതുവെ എന്തെങ്കിലും ഇപ്പൊ കോമ്പറ്റീഷൻ ആവുമ്പോ അസുഖം വരിക അങ്ങനത്തെ ഒക്കെ.
എങ്ങനെയാണ് ഇപ്പോൾ കലാതിലകം കിട്ടി, ഇനി തുടർന്നും ഇത് കൊണ്ടുപോകുമോ? എങ്ങനെയാണ്? പലപ്പോഴും ഈ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു കരിയറിനൊപ്പം കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും നമുക്ക് ഒരുപാട് പരിമിതി ഉണ്ടാകും. ഒരു ജോലിക്കൊക്കെ കയറി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് നന്ദന ഇപ്പോൾ ഈ അറിവുകളൊക്കെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്താണോ, അതോ സ്വയം ആസ്വദിച്ച് തന്നെ ജീവിക്കുക, അങ്ങനെയാണോ? എങ്ങനെയാണ് ഈ കലയുമായി മുന്നോട്ട് പോവുക? പകർന്നു കൊടുക്കാനുള്ള ഒരു അത്ര അറിവുണ്ട് എന്ന് ഞാൻ എനിക്ക് വിശ്വസിക്കണില്ല. അപ്പോ എനിക്ക് കളിക്കുമ്പോ എനിക്ക് ചെയ്യുമ്പോ അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ അത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവാ. ശരി, വളരെ നന്ദി നന്ദന. കാരണം കലാതിലക പട്ടം, പ്രത്യേകിച്ച് ഈ കോളേജ് സർവകലാശാലയിലൊക്കെ ഇങ്ങനെ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് കലാതിലകമാവുക എന്ന് പറയുമ്പോൾ വളരെ അഭിമാനമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും വളരെ നന്ദി സി പോസിറ്റീവിൽ പങ്കെടുത്ത് നന്ദനയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന്. കലാപരമായും കരിയർ വൈസിലും ഒക്കെ ഒരു ഭാവിയിൽ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.